ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു RJ വ്ളോഗ്സ്. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മസ്കറ്റിൽ ഇപ്പോൾ വളരെ ഒരു തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു ഇവൻറ്റാണ് മസ്കറ്റ് നൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മസ്കറ്റ് നൈറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുറം പാർക്കിലാണ്. മസ്കറ്റ് നൈറ്റ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് കുറം പാർക്കിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഈ ഒരു മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 50,000 എബവ് ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് പാസ് എടുക്കണം. പാസിന് ഒരു അഡൽറ്റിന് $1 വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ പാസ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കുറം പാർക്കിനകത്ത് കയറി. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഒരു ഗ്ലാസ് ലൈറ്റ്സ്. നമ്മൾ നടക്കുന്ന ആ ഒരു വഴിയിലൊക്കെ ഈ ഗ്ലാസ് ലൈറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്കൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ വരുമ്പോൾ. ഞാൻ ഒരുപാട് വർഷം മസ്കറ്റിൽ താമസിക്കുന്ന ഒരു പ്രവാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇവൻറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാനിതിന് മുന്നേ മസ്കറ്റ് നൈറ്റ്സ് കേട്ടിട്ടുണ്ട്, ഞാൻ പക്ഷേ ഒരിക്കലും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വർഷം ഒമാനിൽ താമസിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇവൻറ്റ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പോകാൻ നേരത്ത്. പിന്നെ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മസ്കറ്റ് നൈറ്റ്സ് കാണാൻ കുറം പാർക്കിൽ എത്തിയത്. ഒരുപാട് പേര് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്, വിത്ത് ഫാമിലി, വിത്ത് അങ്ങനെ ഒരുപാട് ബാച്ചിലേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പല നാഷണാലിറ്റീസ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു വൈബ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഭയങ്കര നമുക്കൊരു സ്പെഷ്യൽ ഒരു വൈബാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഗൾഫിൽ മൊത്തം ഒരു വിൻ്റർ സീസണാണ്. ഒമാനിൽ നല്ലൊരു തണുപ്പുണ്ട്. നമുക്കൊരു വിൻ്റർ ടൈമിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ കാണാൻ വരികയെന്ന് വെച്ചാൽ നല്ലൊരു രസമാണ്. നമുക്ക് ആ ഒരു ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, ആ ഒരു വൈബ് ഇപ്പോഴും നമ്മൾ മറന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരെല്ലാം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് നമ്മുടെ ഗോൾഡ് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ ഈ ഒരു പാർക്കിനകത്ത് കയറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ചെക്കിംഗ് കൗണ്ടറിൽ തന്നെ അവരതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറയും. സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവർ നമ്മളിതിന് അകത്ത് കയറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ കൂടുന്ന ഒരു ഫെസ്റ്റിവൽ ഒമാനിൽ കാണാൻ വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഉത്സവം കാണാൻ പോകാറുണ്ട്, അത് വേറൊരു പ്രത്യേക ഒരു വൈബാണ്. പക്ഷേ നമ്മളൊരു ഒമാൻ പോലൊരു രാജ്യത്ത് ഞാൻ ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ പങ്കെടുക്കുന്നത്. നല്ലൊരു വൈബ് തന്നെയാണ്. നമുക്കിവിടെ വരുമ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റും, പല നാഷണാലിറ്റീസ്, ഇന്ത്യക്കാർ, പാകിസ്ഥാനീസ്, അതുപോലെ തന്നെ അറബ്സ്. പിന്നെ ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒമാനി ഹൽവ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒമാനി സ്വീറ്റാണ് ഒമാനി ഹൽവ. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു വിഭവം തന്നെയാണ് ഈ ഒരു ഒമാനി ഹൽവ. വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഒരുപാട് പേര് ഇതിൻ്റെ ഫാനാണ്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു പ്രോസസ്സാണ് അവരിവിടെ ലൈവിൽ കാണിക്കുന്നത്. ഭയങ്കര മണമാണ് കേട്ടോ. നമ്മുടെ നെയ്യിൻ്റെയും അതുപോലെ തന്നെ ഒമാനി ഹൽവയുടെയൊക്കെ മണം നമ്മൾ കൊതിപ്പിക്കും. നമ്മുടെ ഒരു അരവണ പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. ഭയങ്കര ഒരു കൊതിയുറന്നൊരു സംഭവമാണ് ഈ ഒരു ഒമാനി ഹൽവ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് നമ്മുടെ ഒരു ദുബായ് ഗ്ലോബൽ വില്ലേജ് പോലത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല കൺട്രീസിൻ്റെ പവലിയൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, അതുപോലെ തന്നെ സിറിയ, ഈജിപ്ത്, സുഡാൻ, അങ്ങനെ ഒരുപാട്, സൗദി അറേബ്യ, യമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റോൾസ് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ പോയി അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ദുബായിലെ ഗ്ലോബൽ വില്ലേജ് പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത് വേറൊരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഇവിടുത്തെ ഒരു ലിമിറ്റഡ് ഒരു സ്പേസിൽ, ലിമിറ്റഡ് ഒരു അറേഞ്ച്മെൻറ്റിൽ അവർ ചെയ്തൊരു സംഭവമാണ്. പക്ഷെ എന്നാലും ഓക്കെ, പല കൺട്രിയുടെ ഒരു എക്സിബിഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റോൾ. അപ്പോൾ അവിടുത്തെ മെയിൻ കാര്യങ്ങൾ, ഇതിപ്പോൾ നമ്മൾ പോയതൊരു ഈജിപ്ഷ്യൻ കുനാഫ കഴിക്കാനായിരുന്നു. പക്ഷേ സംഭവം അത്രമാത്രം എനിക്ക് ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് നമ്മളതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഈജിപ്ഷ്യൻ കുനാഫയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. നോട്ട് ബാഡ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു പ്ലേറ്റ് കുനാഫ വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച കുനാഫ വിത്ത് ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോട്ട് ബാഡ്, കുഴപ്പമില്ല. നമുക്കെന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ സിറിയയുടെ സ്റ്റോളിൽ പോയി. പിന്നെ അതുപോലെ തന്നെ ജോർദാൻ, ഇന്ത്യ, അങ്ങനെ ഒരുപാട് കൺട്രിയുടെ സ്റ്റോൾ ഞാൻ പറഞ്ഞിരുന്നു. പവലിയൻസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോളിൽ പോയിട്ട് പാനിപ്പൂരി എല്ലാം കഴിച്ചിരുന്നു. പക്ഷെ അങ്ങനെ വലിയൊരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്ത്യൻ്റെ ഇത് നമ്മുടെ ഇതാണ് ഇന്ത്യൻ്റെ പവലിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. പാനിപ്പൂരി, അതുപോലെ തന്നെ ഭേൽപൂരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കഴിക്കാൻ പറ്റും. ഇവിടെ ഇന്ത്യൻ പവലിയൻ കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരുന്നു. സോ ഞങ്ങളങ്ങനെ പാനിപ്പൂരി എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകാമെന്ന് വെച്ചു. മസ്കറ്റ് നൈറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എവറി ഹാഫ് ആൻ അവർ, എനിക്ക് തോന്നുന്നു ഒരു 8 o'clock മുതൽ ഇവിടെ എവറി ഹാഫ് ആൻ അവർ അവരൊരു ലേസർ ലൈറ്റിൻ്റെ ഒരു ഷോ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു വേർത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ലൈക്കാണ്. അപ്പോൾ ലൈക്കിനെ ചുറ്റിയിട്ട് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അത് എവറി ഹാഫ് ആൻ അവർ ആണ്. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഏകദേശം ഒരു 10 o'clock ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു 15 to 20 minutes, പിന്നെ അടുത്ത ഷോ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട്, അങ്ങനെയാണ്. അപ്പോൾ വളരെ നല്ലൊരു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വന്നത് കുറം പാർക്കിനകത്ത് തന്നെയുള്ള ഒരു ഒമാൻ വില്ലേജ് എന്ന് അങ്ങനെ പറയാം. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ഒമാനി കൾച്ചറൊക്കെ കാണിക്കുന്ന ഒരു സംഭവം, ഒരു 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 പവലിയൻ, ഒരു സ്റ്റോളാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഒമാനി ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കാണാൻ പറ്റും നമുക്ക് ഇവിടുത്തെ ഒരു. പിന്നെ അവിടെ തന്നെ ഒരു ഒമാനി ട്രഡീഷണൽ ഒരു മ്യൂസിക് പ്രോഗ്രാം അവർ കണ്ടിരുന്നു. ഇത് നമ്മുടെ ഒരു നിസ്വ ഫോർട്ടൊക്കെ പോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ ഒമാനി കൾച്ചർ ആ ഒരു സംഭവമാണ് ഇത്.
അങ്ങനെ ഞങ്ങൾ ഒമാനി പവലിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ഭാഗത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോസും റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് പേര് അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ളൊരു ടൈം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് മസ്കറ്റ് നൈറ്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ കവർ ചെയ്തിട്ടില്ല. ഒരുപാട് കവർ ചെയ്യാനുണ്ട്, പക്ഷേ എനിക്ക് അറിയാമല്ലോ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ന്യൂ ഇയർ വിഷസ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. അപ്പോൾ എന്താ, ടേക്ക് കെയർ.